ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ വൈജയന്തി വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് അകത്തേക്ക് റൂമിലേക്ക് കയറി വരും കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ആണെങ്കിൽ അവിടെ കണക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൈജയന്തി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ ഇപ്പോൾ വന്നു? വളരെ ഗൗരവത്തിലായിട്ട് ചോദിക്കുന്നത്. കുറച്ച് നേരമായി എന്ന് പറയണം. അലീനെ ഇവിടുന്ന് പറഞ്ഞയച്ചില്ലായിരുന്നോ എന്ന് ചോദിക്കണേ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താണെന്ന് ചോദിക്കുമ്പോൾ, അല്ല അവളിപ്പോഴും ഇവിടെ നിൽപ്പുണ്ടല്ലോ, അവളെ കണക്കൊക്കെ തീർത്ത് പറഞ്ഞയച്ചതല്ലേ, പിന്നെ ഇങ്ങനെ അവളിവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതിനുശേഷം ഇവിടെ നടന്നതൊക്കെ നീ മറന്നുപോയോ? അതിനുശേഷം ഇവിടെ എന്താ ഇപ്പോൾ നടന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, മനു വന്ന് ഹരിയും കൂട്ടി വന്ന് എല്ലാ കാര്യങ്ങളും തെളിയിച്ചില്ല, അതൊക്കെ നീ മറന്നോ എന്ന് ചോദിക്കുമ്പോൾ, മനു വന്ന് തെളിയിച്ചു, പക്ഷേ ബാലചന്ദ്രൻ്റെ പെട്ടിയിൽ നിന്ന് പൈസ പോയത് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ലല്ലോ, അത് അവൾ തന്നെയല്ലേ എടുത്തത്, അവൾ അത് സമ്മതിക്കുകയും ചെയ്തതാണല്ലോ, അല്ലെങ്കിൽ മനു വന്ന് പറയുമ്പോഴേക്ക് അവൾ കാശ് എടുത്തിട്ടില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ അവൻ്റെ വാക്കല്ലല്ലോ ഇവിടുത്തെ അവസാന വാക്ക് എന്നൊക്കെ പറയട്ടോ വൈജയന്തി. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, അലീനയുടെ കയ്യിലുള്ള കാശ് അവളുടെ ബ്രിജിത്ത മമ്മി കൊടുത്തതാണ്, ബ്രിജിത്ത മമ്മിക്ക് നിൻ്റെ അച്ഛൻ കൊണ്ടുപോയി കൊടുത്താണ്, ഇത്രയും എനിക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് വിശ്വാസം ഇല്ല എന്ന് പറയട്ടോ. അപ്പോൾ വൈജയന്തി എനിക്ക് വിശ്വാസം ഇല്ല എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ജഗദീശ്വരൻ വന്ന് പറഞ്ഞാൽ പോലും നീ വിശ്വസിക്കില്ല, പിന്നെ ആരെയും എനിക്ക് വിശ്വാസം ചോദിക്കുമ്പോൾ എന്നെ പരിഹസിക്കേണ്ട, എനിക്ക് ആരെയും വിശ്വാസം ഇല്ല എന്ന് പറയട്ടോ. അങ്ങനെ എന്നിട്ട് പറയുന്നുണ്ട്, മനു ഹരിയും കൂടെ ഇവിടെ വന്ന് കാണിച്ചത് മുഴുവൻ വെറും നാടകമാണ് എന്ന് പറയുമ്പോൾ, നാടകമോ എന്ന് ചോദിക്കുകയാണ് ബാലൻ. അലീന കുറ്റക്കാരിയാണെന്ന് തന്നെയാണോ നീ ഇപ്പോഴും പറയുന്നതെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ വൈജ പറയുന്നത്, അല്ലെന്നുള്ളതിന് എന്താ ഇപ്പോൾ തെളിവ്? ഒരു തെളിവും കിട്ടിയിട്ടില്ലല്ലോ, മനു ഹരിയെ കൊണ്ട് സത്യങ്ങളെല്ലാം ചെയ്യിച്ചല്ലോ, നീയും കേട്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ വൈജ് പറയുന്നുണ്ട്, ബാലചന്ദ്ര നിങ്ങൾ ഇന്നലെ രാത്രി എല്ലാ കാര്യങ്ങളും വിളിച്ച് മനുവിനെ അറിയിച്ചു. ഹരി സിനിമയും കഴിഞ്ഞ് വന്നപ്പോൾ മനുവും ഹരിയും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്തു രാവിലെ ഇവിടെ വന്ന് എന്തൊക്കെ പറയണ്ട എന്നുള്ളത്. കാരണം എന്താ, സ്വന്തം അനുജൻ മോശക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുവിന് കൂടിയല്ലേ നാണക്കേട്. അപ്പോൾ ഇവിടെ വന്ന് അലീനയ്ക്ക് അവനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ രക്ഷപ്പെട്ടു? മനു രക്ഷപ്പെട്ടു, ഹരി രക്ഷപ്പെട്ടു, അലീനയും രക്ഷപ്പെട്ടു. അവൻ്റെ കൂർമ്മ ബുദ്ധിയാണ് ഇതൊക്കെ എന്ന് പറയാണ്. അപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല, സ്വന്തം അനുജനെ നാണം കെടുത്താനായിട്ട് എന്തായാലും മനു കൂട്ടു നിൽക്കത്തില്ലല്ലോ എന്ന് പറയാട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇത്രയും കൂർമ്മ ബുദ്ധി ഒരു കേസിലും ആരും വാദിച്ചിട്ടുണ്ടാവത്തില്ല, ഒരു കോടതിയിലും ഇതുപോലൊരു വിചിത്രവാദം നടന്നിട്ടുണ്ടാവില്ല. ചില്ലറക്കാരിയൊന്നുമല്ല, ഈ ആടിനെ പട്ടിയാക്കാന്നുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പം അത് നേരിൽ മനസ്സിലായി, നീ ഭയങ്കര സൂത്രശാലി എന്നൊക്കെ പറയാം. ബാലചന്ദ്രന് സാമാന്യ ബുദ്ധിയില്ലേ? ഹരിയെയും കൂട്ടിയിട്ട് മനു ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പോലീസ് മുറിയിൽ ചോദ്യം ചെയ്യുന്നു. എന്നിട്ടാണെങ്കിൽ ഹരി എല്ലാ കാര്യങ്ങളും തത്തെ പറയുന്നത് പോലെ സമ്മതിക്കുന്നു. സമ്മതിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ഇവിടുത്തെ വേലക്കാരിയുമായിട്ട് ഒരു അരുതാത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിക്ക് തന്നെയല്ലേ അതിൻ്റെ നാണക്കേട്. അപ്പോൾ അവൻ അതില്ല എന്ന് വാദിക്കുന്നു. ഇനി അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവൻ ഈ വീട്ടിലേക്ക് കയറ്റുമോ? പിന്നെ അതുകൊണ്ട് അവൻ അലീനയെ ഒഴിവാക്കി എല്ലാ കുറ്റവും സ്വയം അങ്ങോട്ട് ഏറ്റു എന്ന് പറയാണ് വൈജ. ഇതൊക്കെ നിങ്ങളെ പറ്റിക്കാൻ കൊള്ളാം, പക്ഷേ എൻ്റെ അടുത്ത് ഇതൊന്നും ചിലവാകത്തില്ല, ഈ മാതിരി കൺകെട്ട് വിധികളൊന്നും എൻ്റെ അടുത്ത് ചിലവാകത്തില്ല എന്ന് പറയാണ് വൈജ. ഹരിയെക്കുറിച്ച് രോഹിത് പറഞ്ഞപ്പോൾ നീ എല്ലാം വിശ്വസിച്ചല്ലോ, അലീനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് മോതിരം, അല്ലെങ്കിൽ അലീനയുടെ റൂമിലേക്ക് ചെന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചല്ലോ. നിന്റെ വിശ്വാസം എന്താ, നൂൽക്കമ്പിയാണോ? ഇങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം, വളയ്ക്കാം, മുടിക്കാം എന്നുള്ളത് പോലെയാണോ എന്ന് ചോദിക്കുമ്പോൾ വൈജ പറയുന്നത്, ഞാൻ അന്നേരം ഒന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാണ്. എന്തെല്ലാമോ നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ വീട്ടിൽ ഇതിന് മുൻപും ജോലിക്കാരികൾ നിന്നിട്ടുണ്ട്, അന്നൊന്നും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാട്ടോ വൈജ. എല്ലാം കൂടി കേട്ടിട്ട് ബാലചന്ദ്രന് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. അങ്ങനെ ദേഷ്യം വന്നിട്ട്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് ആകെ ഭ്രാന്താവുന്നു. നീ ഹരിയെ വെള്ള പൂശാനാണോ ശ്രമിക്കുന്നത്? ഒന്നുകിൽ നീ ഒരു ഭാഗത്ത് നിൽക്കുക, ഹരിയെ നല്ലതാക്കി പറ, അല്ലെങ്കിൽ മോശമാക്കി പറ. ഒന്നുകിൽ ഹരിയെ വെള്ള പൂശി വെളുപ്പിക്കുക, അല്ലെങ്കിൽ ടാറ് പൂശി കറുപ്പിക്കുക എന്ന് പറയട്ടോ. അല്ലാതെ ഈ രണ്ട് തോണിയിലും കൂടി കാലിട്ട് നിൽക്കുന്ന പരിപാടി നിർത്ത് എന്ന് പറയാണ് ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ടുകൊണ്ട്. ഹരി കുറ്റക്കാരൻ തന്നെയാണ്, അതുപോലെ അലീനയും കുറ്റക്കാരി തന്നെയാണെന്ന് പറയാണ് വൈജ. അപ്പോൾ ബാലചന്ദ്രൻ ഒന്നുകൂടി ചോദിക്കുന്നത്, അപ്പോൾ നീ പറഞ്ഞു വരുന്നത് അവർ തമ്മിൽ അരുതാത്ത ബന്ധം ഉണ്ടെന്ന് തന്നെയാണെന്ന് ചോദിക്കുമ്പോൾ അതെ ഉണ്ടെന്ന് തന്നെ പറയാട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ വളരെ ദേഷ്യത്തിൽ പറയണം, അങ്ങനെയാണെങ്കിൽ ഇന്ന് കാലത്ത് ഇവിടെ വന്ന രണ്ട് പട്ടികളെയും ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ചെകിട്ടത്ത് രണ്ടെണ്ണം അടിച്ച് തിരിച്ച് പറഞ്ഞയക്കുകയാണ് വേണ്ടത്, ഇനി മേൽ ഈ വീട്ടിൽ കാല് കുത്തരുതെന്ന് പറഞ്ഞിട്ട്, അതായത് മനുവിനെയും ഹരിയാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇപ്പം തന്നെ വിളിക്കാമെന്നുള്ള രീതിയിൽ ഫോൺ എടുത്ത് വിളിക്കാനായിട്ട് നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ വൈജയ്ക്ക് എന്തോ പന്തികേട് തോന്നട്ടോ. ബാലചന്ദ്രൻ ആരെയാണ് വിളിക്കുന്നത് ചോദിക്കുമ്പോൾ, ഞാൻ മനുവിനെ ഹരിയെ വിളിക്കുന്നത്, കള്ള നായിൻ്റെ മക്കൾ, ഇനി ഈ വീട്ടിൽ കാല് കുത്താൻ പാടില്ല, ബ്ലഡി റാസ്കൾസ്, ഇനി അവരുടെ മുഖം എനിക്ക് കാണാൻ വേണ്ടി ഈ ഭാഗത്തേക്ക് അവർ വന്നു പോയത്, ശിവേട്ടനെ വിളിക്കണം, ശിവേട്ടനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണം എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. ഇതൊക്കെ കേട്ടിട്ട് ആകെ പരിഭ്രാന്തിയാവട്ടോ വൈജയ്ക്ക്. ഫോൺ ചെയ്യാൻ തുടങ്ങുന്ന ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് വൈജ പെട്ടെന്ന് ഫോൺ വാങ്ങിച്ചിട്ട് ബെഡിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ വന്നിട്ട് പറയുന്നുണ്ട്, വൈജ നീ ഇങ്ങനെയൊന്നുമല്ല പെരുമാറേണ്ടത്, അലീനയെ നമ്മൾ അത്രയും തെറ്റിദ്ധരിച്ചു, അവൾ തെറ്റ് ചെയ്തു എന്ന് തന്നെ നമ്മൾ വിശ്വസിച്ചു, അത് കാരണം അവൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായില്ല. നീ അവളുടെ അടുത്ത് ചെന്നിട്ട് സോറി പറഞ്ഞിട്ട് അവളോട് സോറി പറയാണ് വേണ്ടത്, അതിൽ നീ ചെറുതാവുമെന്നില്ല, അങ്ങനെ ചെയ്യുന്നതിലൂടെ നിന്റെ സ്ഥാനം വലുതാവത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, എനിക്ക് അവളുടെ മുന്നിൽ വലുതാവണ്ട, പിന്നെ ആശ്വസിപ്പിക്കലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ രാവിലെ എല്ലാം എടുത്ത് പോവാൻ നിന്ന ആൾ തിരിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാവത്തില്ലല്ലോ എന്ന് പറയാണ് വൈജ. ഇനിയിപ്പോൾ ഞാനും കൂടെ അവളോട് ക്ഷമ യാചിക്കേണ്ട കുറവേ ഉള്ളൂ, ഇനി രോഹിയും അവളോട് ക്ഷമ ചോദിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുകയാണ് വൈജ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറയാണ്. അതോടെ കേട്ടപ്പോൾ വൈജയ്ക്ക് വീണ്ടും ദേഷ്യം കയറുകയാണ്. എന്നിട്ട് പുറകെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെക്കാളും മക്കളെക്കാളും വലുതാണോ ബാലചന്ദ്രനെ ആ വേലക്കാരി പെണ്ണായിട്ടുള്ള അവൾ എന്ന് ചോദിക്കുമ്പോൾ, വിഡ്ഢി ചോദ്യം ചോദിക്കല്ലേ വൈജ എന്ന് പറയാണ്. എങ്ങനെ ചോദിക്കാതിരിക്കും? രാവിലെ എല്ലാം എടുത്ത് ഇവിടെ നിന്ന് പറഞ്ഞയച്ചാൽ, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവളെ പറഞ്ഞയക്കല്ലേ വേണ്ടത്, അല്ലാതെ തിരിച്ച് കയറ്റണോ? അവൾ ഭയങ്കര സത്യസന്ധത, ഭയങ്കര സൽഗുണ സമ്പന്ന, എന്നിട്ട് അവൾക്ക് വലിയൊരു സ്ഥാനവും കൊടുത്തിട്ട് ഇവിടെ കുടിയിരുത്തിയേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. അവളാണ് ഇനിയിപ്പോൾ ഇവിടെ വലിയൊരു സത്യസന്ധത, അവൾക്ക് ഇവിടെ എല്ലാവരുടെ മുന്നിലും ഞെളിഞ്ഞ് നിൽക്കാം, അവളെ കാശെടുത്തു എന്ന് സംശയിച്ച ഞാൻ
കുറ്റക്കാരി, ഞാൻ തെറ്റുകാരി, ഞാനും രോഹിത്തും തെറ്റുകാരി, അതുപോലെ ഹരി അവളെ ഒന്ന് പറ്റിക്കാൻ നോക്കിയ ഹരി തെറ്റുകാരനാണ്. ഇനിയിപ്പോൾ അവൾക്ക് ഇവിടെ ഭയങ്കര സ്ഥാനമായിരിക്കും, എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കാം, അവളൊരു സത്യസന്ധത എന്നൊക്കെ പറയുമ്പോൾ അവളങ്ങനെ ഞെളിഞ്ഞ് നിൽക്കട്ടെ എന്ന് പറയണം ബാലചന്ദ്രൻ. നിരപരാധികൾക്ക് അവരെ കുറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ നെളിഞ്ഞു നിൽക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറയട്ടോ ബാലചന്ദ്രൻ. അതെനിക്ക് കാണാൻ വയ്യ, അതുകൊണ്ടാണ് അവളെ പറഞ്ഞയക്കാൻ പറഞ്ഞതെന്ന് വൈജ പറയുമ്പോൾ അലീന നിന്റെ അടുത്ത് പറഞ്ഞോ നീ അവളെ തെറ്റുകാരിയാക്കിയത്, കുറ്റപ്പെടുത്തിയത് മോശമായി പോയെന്ന് അലീന നിന്റെ അടുത്ത് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അതുപോലെ നിന്നോട് മുഖം വീർപ്പിച്ചു, മക്കളോട് ദേഷ്യം കാണിച്ചോ, ഈ വീട്ടിലെ ജോലികൾ എന്തെങ്കിലും ചെയ്യാതിരുന്നോ? ഒന്നുമില്ലല്ലോ, അവൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. നിന്റെ മനസ്സിലാണ് അവളെ തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ള ഒരു കറ ഇരിക്കുന്നത്. അത് തീരാൻ അവളെ ദ്രോഹിക്കുകയാണോ വേണ്ടത്, അവളോട് സോറി പറയണോ വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ഒരു സോറി പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് പറയുമ്പോൾ എൻ്റെ പട്ടി പറയും അവളോട് സോറി എന്ന് പറയാണ് വൈജ. എന്തിനാ വൈജ അവളോട് ഇത്രയും ശത്രുത എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അവളോട് ശത്രുതയൊന്നുമില്ല, എനിക്ക് എന്തിനാ അല്ലെങ്കിൽ അവളോട് ശത്രുത എന്ന് ചോദിക്കുകയാണ് വൈജ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇതുവരെ ശത്രു ആയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ബാലചന്ദ്രനെ അടിമുടിയെന്ന് നോക്കിയിട്ടാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് ശത്രു ആവാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അലീന കിച്ചണിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈജ അങ്ങോട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്നിട്ട് അവളുടെ പുറകിൽ നിൽക്കുകയാണ്. അവൾ ചപ്പാത്തി ഇങ്ങനെ പാനിലേക്ക് ഇട്ടിട്ട് തിരിയുന്ന സമയത്ത് പെട്ടെന്ന് വൈജ തൊട്ട് പുറകിൽ നിൽക്കുകയാണ്. അപ്പോൾ പേടിച്ച് പോയി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. മാഡം വന്നാൽ ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കണം. നിന്റെ കാല് പിടിക്കണോ, ഞാൻ ഇനി ഒരു ചായ കിട്ടണമെങ്കിൽ ചോദിക്കുകയാണ്. മാഡം ചായ ചോദിച്ചില്ലല്ലോ അതുകൊണ്ടാണ് എടുക്കാനെന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചാൽ മാത്രമേ എടുക്കത്തുള്ളൂ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അന്നൊരു ദിവസം ഞാൻ ചായ എടുത്തപ്പോൾ എനിക്കിപ്പോൾ ചായ വേണ്ട, ഞാൻ ചോദിച്ചില്ലല്ലോ, ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തന്നാൽ മതി എന്ന് മാഡം പറഞ്ഞു. അതെപ്പോഴാണ് ഞാൻ അങ്ങനെ പറഞ്ഞു ചോദിക്കുമ്പോൾ ഞാൻ അതിപ്പോഴും നീ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അപ്പോൾ ആ മൂടായിരുന്നു, ഇപ്പോൾ എനിക്ക് ചായ വേണമെന്ന് പറയുമ്പോൾ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം, എനിക്ക് ഓരോ സമയത്ത് ഓരോ മൂടാന്ന് പറയണം വൈജ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം, ഞാൻ ഇപ്പോൾ ചായ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ചായ എടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ അലീന ചായ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുമ്പോൾ അലീന എന്നോട് വൈജ പറയാണ്, നീ തൽക്കാലം രക്ഷപ്പെട്ടു, ഇവിടെ നങ്കൂരം ഉറപ്പിച്ചു എന്ന് വിചാരിച്ച് നീ അഹങ്കരിക്കേണ്ട, മനുവിനെ കൊണ്ട് നാടകം കളിപ്പിച്ചല്ലേ നീ ഇവിടെ തിരിച്ച് കയറിയതെന്ന് ചോദിക്കുകയാണ്. എന്ത് നാടകം എന്ന് ചോദിക്കുകയാണ് അലീന. എനിക്കറിയാം, ഇല്ല എനിക്കറിയാം എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ എങ്ങനെ എസ്കേപ്പ് ആയി എന്നാണ് മാഡം പറയുന്നത്, വറചട്ടിയിൽ നിന്ന് വീണ്ടും വറചട്ടിയിലേക്ക് എന്ന് തന്നെ പറയാട്ടോ. നീ ഒരുപാട് കളിക്കൊന്നും വേണ്ട, ഹരിയും നീയൊക്കെ കൂടി ഗൂഢാലോചന നടത്തിയിട്ടല്ലേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത്, എനിക്കെല്ലാം മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ മാഡത്തിന് എന്ത് മനസ്സിലായി എന്ന് ചോദിക്കുകയാണ്. എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയുമ്പോൾ മാഡത്തിന് ഒന്നും അറിയത്തില്ല എന്ന് പറയണം. ഈ വീട്ടിൽ ആകെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളേ ഉള്ളൂ എന്ന് പറയണം. അത് ഞാനാന്ന് പറയട്ടോ. നിനക്ക് എന്താ അറിയാവുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് അലീന വീണ്ടും അപ്പുറത്തേക്ക് മാറിപ്പോവാണ്. ഫ്രിഡ്ജിൽ പോയിട്ട് പാലെടുത്തുകൊണ്ട് വന്നിട്ട് ചായയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട് എന്നെ തോൽപ്പിച്ച് അധികം നാൾ ഇവിടെ വാഴാന്ന് നീ വിചാരിക്കേണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു വിചാരമേ ഇല്ല, ഇവിടുത്തെ ജീവിതം ഏതാണ്ട് തൃപ്തിയായിട്ട് നിൽക്കുകയാണെന്ന് പറയാണ് അലീന. പിന്നീട് ചായ ഉണ്ടാക്കി വൈജയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ ഹാളിലേക്ക്. അപ്പം ചായ വാങ്ങിച്ച് കുടിക്കുകയാണ് വൈജ. ചായ വാങ്ങിച്ച് കുടിക്കുമ്പോൾ ചായക്ക് നല്ല ടേസ്റ്റാണ്, അത്യാവശ്യം നല്ല ചായയാണ്. അതുകൊണ്ട് പെട്ടെന്ന് അലീനയെ നോക്കുന്നുണ്ട്. പിന്നെ അലീന അവിടെ നിന്ന് പോവാണ്. പോകുന്ന വഴി ഒന്ന് തിരിഞ്ഞ് അമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രോഹിത് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അക്ഷമനായിട്ട് ഫോൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. ആണ് വിളിക്കുന്നത് കേട്ടോ രോഹിത്. കോൾ എടുക്കാത്ത കണ്ടിട്ട് ദേഷ്യത്തിൽ ഫോൺ ബെഡിലേക്ക് ഇടുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. നീ എന്താണ് ഇങ്ങനെ വിളിച്ചത്, എന്തോരം മിസ് കോളാണ്, നീ എത്ര നേരം എവിടെയാണ്, നീ എന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു സിനിമയ്ക്ക് കയറിയിടാതാണ്, നിനക്കൊരു ടെൻഷനും ഇല്ലെന്ന് ചോദിക്കണം. എന്തിനു ടെൻഷൻ, അല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്ന് തൊലി ഇരച്ച് കാന്താരിമുളക് ചവിട്ടി അരയ്ക്കുന്ന പോലെ ചെയ്തിട്ട് നിനക്കൊരു നാണക്കേടോ ഇല്ലേ, ഒരു മോശമോ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ എടാ അതൊക്കെ വെറും നാടകമല്ലേ എന്ന് പറയട്ടോ ഹരി. നാടകം നീ എന്തായി പറയുന്നത്, നീ എന്നോട് പറഞ്ഞതൊക്കെ കള്ളമല്ലേ, നീ അവളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞതും അതുപോലെ അവൾക്ക് ഗോൾഡ് റിങ് കൊടുത്തെന്ന് പറഞ്ഞൊക്കെ കള്ളമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വെറും നാടകമാണ് എന്ന് പറയട്ടോ. അപ്പോൾ നീ ശരിക്കും പറയുന്നത് അവളുമായിട്ട് രഹസ്യ ബന്ധമുണ്ടെന്ന് തന്നെയാണോ, പിന്നെ അല്ലാതെ എന്ന് പറയണേ ഹരി. നീ എന്തൊക്കെ പറയുന്നത് തെളിച്ച് പറയാമെന്ന് പറയുമ്പോൾ എടാ അവിടെ നടന്നത് മുഴുവൻ നാടകമാണ്, അലീനെ ഞാൻ രക്ഷിക്കുകയാണ് ചെയ്തത്, എനിക്ക് അലീനയുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരും നിൻ്റെ വീട്ടുകാരും ഞാനൊരു വഷളനാണെന്ന് തെറ്റിദ്ധരിക്കില്ലേ, അങ്ങനെ ചിന്തിക്കില്ലേ, അപ്പോൾ അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ അലീനയെ ഒരു നിമിഷം പോലും പിന്നെ അവിടെ നിർത്തിയില്ലല്ലോ, അപ്പോൾ അവളെ തിരിച്ച് പറഞ്ഞേക്കില്ല, അലീന ഇനിയും നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറയണം. അപ്പോൾ നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് തന്നെയാണോ നീ പറയുന്നത് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ നീ ഒന്ന് വിശ്വസിക്കുന്നു പറയട്ടോ. വീണ്ടും രോഹിത്തിൻ്റെ മനസ്സിൽ വിഷം കുത്തി വെക്കണം. അപ്പോൾ പറയുന്നുണ്ട് നീ എന്തിനാണ്, ഞാനൊരു കാര്യം പറയട്ടെ, നീ എന്തിനാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് വിളിച്ച് പറയാൻ പോകുന്നത്, അതല്ലേ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ സോറി ഇടാ, ഞാൻ ആ നിമിഷത്തിൽ പറഞ്ഞു പോയി, അതിനൊരു കാരണം ഉണ്ടായി, ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം എന്ന് പറയണം. അതായത് അലീനയോടുള്ള ദേഷ്യം, അലീന അവനോട് സഹകരിച്ചില്ലല്ലോ, അതൊരു ദേഷ്യമാണ്. അപ്പോൾ ഹരി പറയുന്നുണ്ട് എടാ ഞാനൊരു ദിവസം കടപ്പാട്ടൂർ വരാം, അപ്പോൾ നിൻ്റെ സംശയങ്ങളൊക്കെ മാറ്റിത്തരാം എന്ന് പറയണം, നീ അന്ന് ക്ലാസ് കട്ട് ചെയ്തിട്ട് നീ അവിടെ ഉണ്ടാവണമെന്ന് പറയണം. ആ ശരിയിടാ നോക്കാം എന്ന് പറയട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ 3 പേര് മാത്രം ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ആരാണ് ആ 3 പേരും ചോദിക്കുകയാണ് രോഹിത്. ഞാനും നീയും അലീനയും മാത്രം എന്ന് പറയണം. അങ്ങനെ ഒരു പ്ലാനിങ് നടത്തുകയാണ് ഹരിയും രോഹിത്തും കൂടിയിട്ടോ. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടി പട്ടിക്ക് കൊടുക്കാനുള്ള ഫുഡ് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇത് ജോസൂട്ടി കാണുന്നുണ്ട്. അങ്ങനെ പട്ടിക്ക് കൊടുക്കാനായിട്ട് പോകുമ്പോൾ ജോസൂട്ടി വിളിക്കുന്നുണ്ട് രേവതിക്കുട്ടിയെന്ന് വിളിക്കണം. എന്തേലും ചോദിക്കുമ്പോൾ അതിങ്ങ് താൻ ഞാൻ കൊടുത്തോളാം, ഇത് ടോമിക്കുള്ള ഫുഡ് അല്ലേന്ന് ചോദിക്കണം. അതേ ടോമിക്കുള്ള ഫുഡാണ്, അതിങ്ങ് താന്ന് പറയുമ്പോൾ ഇത് ടോമിക്കുള്ള ഫുഡാണ്, ചേട്ടന് വേണമെങ്കിൽ കിച്ചണിൽ പോയി എടുത്ത് കഴിക്കും. അയ്യോ അതല്ല ടോമിക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ എന്താ ഞാൻ കൊടുത്താൽ ടോമി കഴിക്കത്തില്ലെന്ന് ചോദിക്കണം. ഞാനൊന്ന് ഹെൽപ്പാന്ന് വിചാരിച്ചാന്ന് പറയുമ്പോൾ അങ്ങനെ ഇപ്പോൾ ഹെൽപ്പ് ഉണ്ടാന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി ഫുഡ് കൊണ്ടുപോയിട്ട് ടോമിക്ക് കൊടുക്കാട്ടോ. ടോമിയോട് പറയുന്നുണ്ട് വലിയ ഷോ കാണിക്കേണ്ട, മര്യാദയ്ക്ക് ഇത് കഴിച്ചോളണം എന്ന് പറയണം. വലിയ ഷോ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അലീന ചേച്ചി വിളിച്ച് വരുത്തും, അലീന ചേച്ചി ഒന്ന് നോക്കിയാലുണ്ടല്ലോ നീ വാലും ചുരുട്ടി ഒരു മൂലയിലിരിക്കും, അതുകൊണ്ട് എൻ്റെ അടുത്ത് വലിയ ഷോക്ക് വരണ്ടെന്ന് പട്ടിയോട് പറഞ്ഞിട്ട് തിരിച്ചു പോരും കേട്ടോ. അപ്പോൾ ജോസൂട്ടി ചോദിക്കുന്നുണ്ട് നീ എന്താ പട്ടിയെ ചട്ടം പഠിപ്പിക്കുകയാണോ, അതേ ഞാൻ ചട്ടം പഠിപ്പിക്കണം ചേട്ടനെ പഠിപ്പിക്കണോ ചോദിക്കുമ്പോൾ അയ്യോ വേണ്ട നീ എന്താ എന്നെ ഒന്നും മൈൻഡ് ചെയ്യാത്ത എന്ന് ചോദിക്കുകയാണ് ജോസൂട്ടിട്ടോ. ഞാൻ മൈൻഡ് ചെയ്യാത്തതോ, അല്ല നമ്മൾ വീട്ടിലെ ഒരു സെർവൻസ് അല്ലേ, ഞാൻ ഇവിടുത്തെ സീനിയർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് എന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടി. അല്ല നമ്മളിവിടുത്തെ ജോലിക്കാരാകുമ്പോൾ ഒരു ഐക്യമൊക്കെ വേണ്ടതെന്ന് ജോസൂട്ടി ചോദിക്കുകയാണ്.
ജോസൂട്ടി നൈസായിട്ടൊന്ന് വളയ്ക്കാൻ നോക്കട്ടോ. വീട്ടിലെ ജോലിക്കാരാകുമ്പോൾ നമ്മൾ തമ്മിലൊരു ഐക്യം വേണ്ടേ? സിനിമയിലൊക്കെ അങ്ങനെയാണ്, വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു ഐക്യം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ, എന്നാൽ ചേട്ടൻ സിനിമയിലേക്ക് ചെല്ല്, അവിടെ പോയിട്ട് നല്ല ജോഡി തിരഞ്ഞെടുക്കാമല്ലോ എന്ന് പറയണം. അങ്ങനെ ഒന്ന് കളിയാക്കിക്കൊണ്ട് രവതിക്കുട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആകെ നാണം കെട്ട പോലെ ചാള്യതയോട് കൂടിയിട്ട് നിൽക്കുകയാണ് ജോസൂട്ടി. പിന്നീട് കാണിക്കുന്നത് ഗ്രേസമ്മ ഇങ്ങനെ ഞൊണ്ടി വരുന്നത് പോലെ വരിക കേട്ടോ. കാലിങ്ങനെ കാലുകൊണ്ട് വയ്യാതെ പോലെ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് രവതിക്കുട്ടീനെ വിളിക്കുന്നുണ്ട്. രവതിക്കുട്ടിയെ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ദേ ഞാൻ വരുന്നു എന്ന് പറയണം. എന്നിട്ട് കാണാഞ്ഞിട്ട് വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട്. അപ്പോൾ രവതിക്കുട്ടി മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. നീ ഇതുവരെ എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ ദേ നല്ല മഴ, ഞാനത് നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു എന്ന് പറയണേ രവതിക്കുട്ടി. അതിപ്പോൾ എന്താ ഇത്ര കാണാനുള്ളതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ കാലിനെ നല്ല വേദന, ഞാനൊന്ന് കിടന്നതാണ്, എഴുന്നേറ്റപ്പോൾ കാലം നന്നായിട്ട് മരവിച്ചു, ഭയങ്കര വേദന, ഒന്ന് തിരുമിത്താന്ന് പറയണം. ഞാൻ ഓയിൽമെൻറ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രവതിക്കുട്ടി പോകുന്നുണ്ട്. അങ്ങനെ രവതിക്കുട്ടി ഓയിൽമെൻറ്റ് എടുത്തിട്ട് താഴെ ഇരുന്നുകൊണ്ട് കാലിൽ തിരുമാൻ നോക്കുമ്പോൾ നിനക്ക് ഒരു സ്റ്റൂൾ എടുത്തിട്ട് ഇരുന്നൂടെ, അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് കയറി ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് തൻ്റെ അടുത്തേക്ക് കയറി ഇരിക്കാനായിട്ട് പറയാണ്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് രവതിക്കുട്ടി ആണെങ്കിൽ ഗ്രേസമ്മയുടെ കാലെടുത്ത് മടിയിൽ വെച്ചിട്ട് ഓയിൽമെൻറ്റ് പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രവതിക്കുട്ടി പറയുന്നുണ്ട്, ആൻറ്റി ഞാനൊരു കാര്യം ചോദിക്കാൻ പോവാണേ, ദേഷ്യപ്പെടല്ലേ എന്ന് പറയാണ്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നത് ചോദിക്കണ്ട എന്ന് പറയാട്ടോ. അപ്പോൾ രവതിക്കുട്ടി പറയുന്നുണ്ട് ഞാൻ ചോദിക്കും, എന്നാലും ഞാൻ ചോദിക്കും എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ ദേഷ്യപ്പെടും എന്ന് പറയാണ് ഗ്രേസമ്മ. എന്നാലും സാരമില്ല ഞാൻ ചോദിക്കും എന്ന് പറയാണ് രവതിക്കുട്ടി. എന്നാൽ പിന്നെ നീ അവിടെ ചോദിക്കുക എന്ന് പറയുന്നത് ഗ്രേസമ്മ. അപ്പോൾ രവതി ഇങ്ങനെ തുടങ്ങാൻ ഇങ്ങനെ മടിച്ച് നിൽക്കണം. അപ്പോൾ ആൻറ്റി ഞാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നീ ഉണ്ട്, നീ ഇതേ ഇരിക്കുന്നു. അതല്ല ആൻറ്റി, അത് നീ ചോദിക്കടി എന്ന് പറയണേ ഗ്രേസമ്മ. ആൻറ്റി ഞാൻ ആ റൂം തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടോട്ടെ, ജോമോൻ ചേട്ടൻ്റെ റൂം എന്ന് ചോദിക്കുകയാണ്. നീ അത് ഇതുവരെ വിട്ടില്ലേ എന്ന്, അതൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ആൻറ്റി, അവിടെ മൊത്തം പൊടിയാണ്, ഒരു ഫോട്ടോ പോലും മര്യാദക്ക് കാണാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ വേണ്ട അതങ്ങനെ കിടന്നോട്ടെ എന്ന് പറയണം. അങ്ങനെയല്ല ആൻറ്റി, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ നന്നായിട്ട് ഇരിക്കണം എന്നല്ലേ, നല്ല വൃത്തിയിൽ ഇരിക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക, നമുക്ക് സ്നേഹമുള്ളവർ നന്നായിട്ട് ഇരിക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ ആ റൂം അങ്ങനെ ഒന്ന് വൃത്തിയാക്കിയിടുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ ഗ്രേസം. എന്നിട്ട് പറയുന്നത് അത് വേണ്ട, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ആൻറ്റി, അതൊന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ തന്നെ വിഷമമെന്ന് പറയുമ്പോൾ അത് അങ്ങനെ പൊടി പിടിച്ച് അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണെന്ന് രവതിക്കുട്ടി പറയാട്ടോ. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുകയാണ് ഗ്രേസമ്മ. നമുക്ക് ആ റൂം ക്ലീൻ ആക്കി, നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ റൂമായിരുന്നില്ലേ അത്, അപ്പോൾ ആ റൂം അങ്ങനെ ഇടാൻ പാടുണ്ടോ? അതൊന്ന് വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് അവിടെ ഒരു തിരിയൊക്കെ കത്തിച്ച് എല്ലാ ദിവസവും അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ അത് നല്ല ആശ്വാസം കിട്ടത്തില്ലെന്ന് ചോദിക്കണം. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടോ രവതിക്കുട്ടിയുടെ ഈ ഒരു ഐഡിയ കേട്ടപ്പോൾ. അങ്ങനെ രവതിക്കുട്ടി പറഞ്ഞ കാര്യം കേട്ടിട്ട് ഇങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് രവതിക്കുട്ടി നോക്കിയിരിക്കുന്ന ഗ്രേസമ്മയെ കാണിച്ചുകൊണ്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.